Hello dear students, welcome to Eazi Lessons. In this lecture, we will be discussing about different memory allocation methods. We know that memory allocation is a process of reserving memory for each and every variables inside the program. So this reservation or this allocation can be done in two different ways, and those two different ways are static memory allocation methods and dynamic memory allocation method. That means നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിലെ വേരിയബിൾസിന് ആവശ്യമായിട്ടുള്ള മെമ്മറി നമ്മൾ മുൻപേ റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് എത്രയാണോ അല്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെമ്മറി അലോക്കേഷൻ. സോ ദിസ് allocation can be done in two different methods. Static allocation and dynamic allocation. Static allocation is otherwise known as compile time allocation, whereas dynamic memory allocation is otherwise known as runtime allocation. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് നമുക്ക് നോക്കാം. From the term static itself, it's clear that it is something fixed. അതായത് നമ്മൾ കമ്പൈലേഷൻ സമയത്താണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാറ്. ഇപ്പോൾ ഒരു അറേയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻറ്റ് എ ഓഫ് 25 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുമ്പോൾ വി ആർ റിസർവിങ് മെമ്മറി ഫോർ 25 ഇൻറ്റിജർ എലമെൻറ്റ്സ്. ദാറ്റ് മീൻസ് 50 ബൈറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കുകയാണ് മുൻപേ തന്നെ. പിന്നെ അതിൻ്റെ സൈസിനോട് ചേഞ്ച് ചെയ്തത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ദ മെമ്മറി റിമെയിൻസ് ദ സെയിം. ഇപ്പം ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെമ്മറി അലോക്കേഷനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, സ്റ്റാറ്റിക് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് മുൻപേ കൂട്ടി മെമ്മറി റിസർവ് ചെയ്ത് വെക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇഫക്ട്സ്, അതാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുക. ഇനി ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മീൻസ് ഓൾവേസ് ചേഞ്ചിങ് അല്ലേ, ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് മാറുന്നതിനനുസരിച്ച് വി ക്യാൻ ചേഞ്ച് ദ മെമ്മറി അലോക്കേഷൻ. സോ അങ്ങനെ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എപ്പോഴാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, റൺ ടൈമിലാണ് മാറുക. അപ്പോൾ റൺ ടൈമിൽ നമ്മുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് കാണാം. പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് മെമ്മറി ഡ്യൂറിങ് ദ കമ്പൈലേഷൻ ടൈം ഇസ് നോൺ ആസ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഒരു 100 സൈസുള്ളൊരു ഇൻറ്റിജർ അറേയാണ്. ദാറ്റ് മീൻസ് 200 ബൈറ്റ്സ് ആർ ബുക്ക്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ. ഇനി അവിടെ ലിമിറ്റ് ചോദിച്ചു. അപ്പോൾ അവിടെ 100 സൈസുള്ള 0 to 99 ഇൻഡെക്സ് ഉള്ള ഒരു അറേ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചു. യൂസറിനോട് എത്ര നമ്പേഴ്സാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്താ യൂസർ എൻറ്റേഴ്സ് L. സപ്പോസ് എ വാല്യൂ ഓഫ് L ഈസ് 10, ഓൺലി 10 എലമെൻറ്റ്സ് വിൽ ബി സ്റ്റോർഡ്. അത്രയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിൽ എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ലൂപ്പ് ഇട്ടു. ഐ മീൻസ് L ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ലൂപ്പ് ഇട്ടു. അതിൽ എലമെൻറ്റ്സ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ 0 to 9 പൊസിഷൻസ് ആയിരിക്കും ഫിൽഡ് ആയിട്ടിരിക്കുക. ബാക്കിയുള്ള 90 സ്പേസ് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇതാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതായത് ആസ് ദ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഇൻ അഡ്വാൻസ് വിത്തൗട്ട് നോയിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ പ്രോഗ്രാമർ, എന്ത് സംഭവിക്കും, നമ്മൾ അലോക്കേറ്റ് ചെയ്ത സ്പേസ് ചിലപ്പോൾ കൂടുതലായി പോകാം. സോ ഇറ്റ് മേ ലീഡ് ടു മെമ്മറി വേസ്റ്റേജ് ആൻഡ് ഓൾസോ ഇറ്റ് മേ ലീഡ് ടു മെമ്മറി ഷോർട്ടേജ്. സപ്പോസ് ലിമിറ്റ് ചോദിക്കുമ്പോൾ യൂസർ 200 എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ഓൺലി ഡിക്ലെയർഡ് ദിസ് an array of 100 elements. അപ്പോൾ 100 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ മെമ്മറി ഷോർട്ടേജ് ആയി. So that is a problem of static memory allocation. That is when the memory is allocated during compile time, the memory is allocated in advance without knowing the requirement of the user. As it is allocated in advance, it may lead to memory wastage or memory shortage. And what is a dynamic memory allocation?
we have already told that dynamic memory allocation is a process of allocating memory during the runtime by properly collecting the requirement of the user. യൂസറിന് എത്ര മെമ്മറി വേണം എന്ന് കറക്റ്റായിട്ട് ചോദിച്ചിട്ടാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക്കിൽ നമ്മൾ കണ്ട പ്രോബ്ലംസ് ഒന്നും തന്നെ, അതായത് മെമ്മറി ഷോർട്ടേജോ വേസ്റ്റേജോ റൺ ടൈമിൽ വരാൻ സാധ്യതകളില്ല. ബിക്കോസ് വി ആർ ആസ്കിങ് ദ റിക്വയർമെൻറ്റ് ഫ്രം ദ യൂസർ ആൻഡ് ദെൻ ഓൺലി വി ആർ അലോക്കേറ്റിംഗ് ദ മെമ്മറി. അപ്പോൾ ഇങ്ങനെ ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഇൻ സി ലാംഗ്വേജ് ദർ ആർ ഡിഫറെൻറ്റ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആൻഡ് ദേ ആർ എംഅലോക്, റീഅലോക്, സിഅലോക് ആൻഡ് ഫ്രീ ഫങ്ഷൻസ്. അപ്പോൾ ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫങ്ഷൻസാണത്. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്തിനാണെന്നും എങ്ങനെയൊക്കെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എംഅലോക് ഫങ്ഷൻ. Malloc function is used to allocate a single block of memory during the runtime. That means നമുക്കിപ്പോൾ ഒരു റോ ഓഫ് മെമ്മറി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡയമെൻഷൻ അറേ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് നമ്മൾ സൈസ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് മേ ലീഡ് ടു മെമ്മറി വേസ്റ്റേജ് ഓർ ഷോർട്ടേജ്. അപ്പോൾ നമ്മൾ മുൻപേ കൂട്ടിയ അറേയുടെ സൈസ് നമ്മൾ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നില്ല. വി ആർ ഗോയിങ് ഫോർ റൺ ടൈം അലോക്കേഷൻ. റൺ ടൈം അലോക്കേഷനിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂസർ വിൽ ബി സ്പെസിഫൈങ് എ സൈസ്. യൂസർ ആവശ്യപ്പെടുന്ന സൈസിനനുസരിച്ച് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യു നീഡ് ദ ഹെൽപ്പ് ഓഫ് പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഫങ്ഷൻസിൻ്റെ വീഡിയോസിൽ കണ്ടു. പോയിൻറ്റേഴ്സ് ആർ സ്പെഷ്യൽ വേരിയബിൾസ് വിച്ച് ആർ യൂസ്ഡ് ടു സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ മെമ്മറി ലൊക്കേഷൻ. സാധാരണ വേരിയബിൾ നമുക്കറിയാം ഇറ്റ് ഈസ് മെയിൻലി യൂസ് ഫോർ സ്റ്റോറിങ് ദ ഡാറ്റ ഗിവൺ ബൈ ദ യൂസർ. പക്ഷേ പോയിൻ്റർ വേരിയബിൾസിൽ നമ്മൾ അഡ്രസ്സായിരിക്കും സ്റ്റോർ ചെയ്യുക. എത്രയാണ് അറിയണ്ടു. ഇനി എംഅലോക് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് എത്ര വലിയ അറേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും യു നീഡ് ഓൺലി ഡിക്ലെയർ എ സിംഗിൾ പോയിൻ്റർ. 2 bytes ഉള്ള ഒരു പോയിൻ്ററാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസറിനോട് പിന്നീട് ചോദിക്കും എത്ര എലമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ പല പ്രോഗ്രാമിലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തന്നെ പല തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അറ്റ് ഈച്ച് ടൈം ഓഫ് എക്സിക്യൂഷൻ ദ റിക്വയർമെൻറ്റ് മേ വാരി. സോ ഒരു പ്രാവശ്യം ചിലപ്പോൾ യൂസർ 10 ആയിരിക്കും പറയേണ്ടാവുക, ചിലപ്പോൾ 20 ആയിരിക്കും. അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ യൂസർ വി ആർ ഗോയിങ് ടു അലോക്കേറ്റ് ദ മെമ്മറി യൂസിങ് എംഅലോക് ഫംഗ്ഷൻ. എംഅലോക് ഫംഗ്ഷൻ്റെ സിൻടാക്സ് നമുക്കൊന്ന് നോക്കാം. പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു കാസ്റ്റ് ടൈപ്പ് എംഅലോക് നമ്പർ ഓഫ് ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാണ് മെമ്മറി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറയാണ്. നമ്പർ ഓഫ് ബൈറ്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ പീനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അത് ഇൻറ്റിജർ ആയിട്ടാണോ ക്യാരക്ടർ ആയിട്ടാണോ ഫ്ലോട്ട് ആയിട്ടാണോ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്ന തോട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഏത് ലൊക്കേഷനെയാണോ ഈ പോയിൻ്റർ പോയിൻ്റ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് മീൻസ് ഏത് തരം ഡാറ്റ ഇരിക്കുന്ന ലൊക്കേഷനെയാണോ ഈ പോയിൻ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്, ദ പോയിൻ്റർ ഷുഡ് ബി ഓഫ് ദാറ്റ് ഡാറ്റ ടൈപ്പ്. That means if the pointer variable is used to store an array, integer arrayയുടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പോയിൻ്റർ വേരിയബിളിന് നമ്മൾ ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഫ്ലോട്ടിനെയാണ് പോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് അറേനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. വാട്ട് എവർ മേ ബി ദ ഡാറ്റ ടൈപ്പ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പോയിൻ്റർ വേരിയബിളിന് 2 bytes ലൊക്കേഷനേ ഉണ്ടാവുള്ളൂ. പോയിൻ്റർ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇൻറ്റിജർ ആയിക്കോട്ടെ, ഫ്ലോട്ട് ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി ദ ഡാറ്റ ടൈപ്പ്, always 2 bytes will be allocated for the pointer variable because അവിടെ നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുള്ളൂ, അഡ്രസ്സാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. 2 byte ആവശ്യമേ ഉള്ളൂ. ഇനി യൂസറിനോട് നമ്മൾ ചോദിച്ചു അറേയിൽ നിങ്ങൾ എത്ര പോകുന്ന അറേയാണ്, എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞ് യൂസർ 20 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. 20 എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് 20 എലമെൻറ്റ്സ് വെക്കാനുള്ള സ്ഥലം റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് എംഅലോക് ഫംഗ്ഷൻ. സോ വി ആർ സെയിങ് ദാറ്റ് എംഅലോക് n into 2, that means n is a number of elements that is required. 20 ആണെങ്കിൽ 20 into 2, that means for each integer data we need 2 bytes. 20 elements ആണെങ്കിൽ 20 into 2 bytes will be allocated. ഇങ്ങനെ ഒരു സിംഗിൾ ബ്ലോക്ക് അലോക്കേറ്റഡ് ആവും. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതായത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ആവും, പോയിൻ്റർ വേരിയബിൾ ആയിട്ടുള്ള പിയിൽ സ്റ്റോർ.
അപ്പോൾ നമ്മൾ റിസർവ് ചെയ്ത ഈ മെമ്മറിയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 ആണ്. ഈ 1000 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും പിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ യൂസിങ് പി നമുക്ക് ഈ ഒരു എം ടി ബ്ലോക്കിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എം ടി ബ്ലോക്ക് നമ്മുടെ അറയാണ്. ഈ അറേനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക ഈ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ റൺ ടൈമിൽ ഒരു ഇൻറ്റിജർ അറേക്ക് വേണ്ടിയിട്ടുള്ള പോയിൻ്റർ വേരിയബിൾ നമ്മൾ ഒരു മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഈ സെയിം സ്റ്റേറ്റ്മെൻറ്റിനെ വി ക്യാൻ റൈറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ആസ് പി ഈക്വൽ ടു ഇൻറ്റ് സ്റ്റാർ എംഎലോക്ക് എൻ ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ്. ഇവിടെ സൈസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്ക് ആർക്കെങ്കിലും ഇൻറ്റിജറിൻ്റെ സൈസ് 2 bytes ആണെന്ന് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാതെ തന്നെ നമുക്ക് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തോളും. ഇപ്പോൾ സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് 2, സൈസ് ഓഫ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് 4. അപ്പോൾ n ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു 2 എന്ന് പറഞ്ഞ് കാൽക്കുലേഷൻ നടന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എംഎലോക്ക് ഫംഗ്ഷൻ. അതായത് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് പിയിൽ സ്റ്റോർ ചെയ്യാൻ. ഇനി ഇവിടെ എന്തിനാണ് ഈ കാസ്റ്റ് ടൈപ്പ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടൈപ്പ് കൺവേർഷനാണ് നടക്കുന്നത്. ബിക്കോസ് നമ്മളൊരു ഇൻറ്റിജർ അഡ്രസ്സിനെ, അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വേരിയബിളാണ്, അതിനൊരു പോയിൻ്റർ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ ആ ഇൻറ്റിജർ പോയിൻ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു കൺവേർഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ കാസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലോട്ട് അറേ ആണെങ്കിൽ പോയിൻ്റർ ഫ്ലോട്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. ഈ ഇൻറ്റിജറിനെ ഫ്ലോട്ട് പോയിൻ്റർ ആക്കിയിട്ട് വേണം നമ്മളിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇപ്പോൾ സപ്പോസ് ഫ്ലോട്ട് ആണെന്ന് വിചാരിക്കാം നമുക്ക് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അറേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ പോയിൻ്റർ വിൽ ബി ഫ്ലോട്ട് പോയിൻ്റർ, ഫ്ലോട്ട് സ്റ്റാർ പി. ആൻഡ് ദെൻ ദ റിക്വയർമെൻറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം ദ യൂസർ. ദ യൂസർ എൻറ്റേഴ്സ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. And now we can allocate the memory using main malloc function as float star malloc n into 4 എന്നാക്കേണ്ടി വരും. ബിക്കോസ് ഫ്ലോട്ടിന് നമുക്ക് 4 സൈസാണ്. അല്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പറയാം പി ഈക്വൽ ടു ഫ്ലോട്ട് സ്റ്റാർ malloc സൈസ് n ഇൻറ്റു സൈസ് ഓഫ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഫ്ലോട്ടിൻ്റെ സൈസ് 4 ആണെന്ന് കണ്ടുപിടിക്കും. 4 ഇൻറ്റു 2 ബൈറ്റ്സ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുക. ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്ത് ആ അഡ്രസ്സിനെ ഫ്ലോട്ട് പോയിൻ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിയിൽ സ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എംഎലോക്ക് ഫംഗ്ഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് CAlloc function. CAlloc function is a function which is used to allocate multiple blocks of memory. Okay, whereas malloc is a function which is used to allocate only a single block. പക്ഷെ നമുക്ക് malloc ആണ് കൂടുതലും പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ആവശ്യം വരിക. ബിക്കോസ് CAlloc മൾട്ടിപ്പിൾ ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു 2 dimensional അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റൊക്കെയാണ് ശരിക്കും. പക്ഷേ malloc വെച്ചിട്ടും നമുക്ക് ആ 2 dimensional അറേ കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് കാണും. ഓക്കെ, അപ്പോൾ CAlloc ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. മൾട്ടിപ്പിൾ ബ്ലോക്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനാണ് CAlloc ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സിൻടാക്സ് ഈസ് പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു കാസ്റ്റ് ടൈപ്പ് CAlloc നമ്പർ ഓഫ് ബ്ലോക്സ് സൈസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. അതായത് ഇഫ് ദ യൂസർ വോണ്ട് ടു സ്റ്റോർ n blocks and each block needs 100 bytes. For example, if each block requires 100 bytes, then we can say that P equal to, if it is an integer array, we can say that P equal to int star. Here an example is already given. P ഒരു പോയിന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യൂസറിനോട് നമ്പർ ഓഫ് ബ്ലോക്സും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് ബ്ലോക്കും റീഡ് ചെയ്തു. And n is read as a number of block and L is read as a number of elements in each block. So here the memory is allocated using CAlloc function as P equal to int star CAlloc n comma L into size of int. So if the user want to store 5 rows of data, 5 is mentioned as n. And if the user want to store 10 elements in each row, 10 is specified as L here. So 10 into, for each element 2 bytes are required. So size of int means 2. So 10 into 2, 20 bytes will be allocated for each row. How many rows will be allocated?
10 rows will be allocated and the starting address or the base address will be stored in the pointer variable. എംഎലോക്കിലായാലും സിഎലോക്കിലായാലും മെമ്മറി സഫീഷ്യൻ്റ് ആയിട്ട് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ഈ അലോക്കേഷനൊക്കെ നടക്കും. സ്റ്റാർട്ടിങ് അഡ്രസ്സ് പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ആവും. അഥവാ മെമ്മറി നമ്മുടെ റിക്വയർഡ് സൈസിൽ മെമ്മറി അവൈലബിൾ അല്ലെങ്കിൽ ദർ ഈസ് എനി മെമ്മറി ഷോർട്ടേജ് റിഗാർഡിങ് ദ മെയിൻ മെമ്മറി, അവിടെ എന്തെങ്കിലും മെമ്മറി അത്ര ഇല്ല, നമുക്കിപ്പോൾ ഒരു 5000 bytes ഒക്കെയാണ് ആവശ്യം, അത്രയും മെമ്മറി ഇല്ലെങ്കിൽ ഒരു നൾ വാല്യൂ ആയിരിക്കും പിയിൽ റിട്ടേൺ ചെയ്യുക. അത് മറക്കരുത്. സക്സസ്ഫുള്ളായിട്ട് മെമ്മറി അലോക്കേഷൻ നടന്നില്ലെങ്കിൽ പി കണ്ടെയ്ൻസ് എ നൾ വാല്യൂ. Okay, so that is all about calloc function, and the remaining two functions are realloc and free. First of all, let us look what is realloc. ഇപ്പോൾ നമ്മൾ ഓൾറെഡി calloc അല്ലെങ്കിൽ mloc വെച്ചിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഒരു വലിയ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ ആഫ്റ്റർ എ ലോങ് വൈൽ നമുക്ക് തോന്നുകയാണ് അലോക്കേറ്റ് ചെയ്ത മെമ്മറി പോരാ, അതൊന്നില്ലെങ്കിൽ ഷോർട്ടാണ്, കുറച്ചും കൂടി വേണം, അല്ലെങ്കിൽ അത്രയും വേണ്ട എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വൺസ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീനെ നമുക്കൊന്നുകൂടി റീ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക realloc ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ realloc function or reallocation method in C is used to change the memory allocation of the allocated memory. അപ്പോൾ calloc അല്ലെങ്കിൽ mloc വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീനെയാണ് realloc വെച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താണ്? പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു realloc പോയിൻ്റർ വേരിയബിൾ കോമ ന്യൂ സൈസ്. നമുക്ക് പഴയ സൈസ് മാറിയിട്ട് പുതിയൊരു സൈസായിരിക്കും അലോക്കേഷൻ നടക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ഫ്രീ ഫംഗ്ഷൻ. ഫ്രീ ഫംഗ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ mloc realloc അല്ലെങ്കിൽ calloc ഒക്കെ വെച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. And normally if you are using static memory allocation technique, the memory will be allocated throughout the execution of the program. ആ പ്രോഗ്രാം എത്ര വലുതായിക്കോട്ടെ അതിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ ആ അലോക്കേറ്റഡ് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്ത് കിടക്കും. ചിലപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിവേ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ത്രൂ ഔട്ട് ദ എക്സിക്യൂഷൻ ദ ഹോൾ മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് ദർ. പക്ഷേ ഇവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് നമ്മുടെ റിക്വയർമെൻറ്റ് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഫ്രീ ദ മെമ്മറി സ്പേസസ്. അതായത് ഇനി എനിക്ക് ആ മെമ്മറി സ്പേസ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അൺവാണ്ടഡ് മെമ്മറീനെ റിലീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എവിടെയുണ്ട്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡിലുണ്ട്. ഒരു ലെങ്തി പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഒരു ഹാഫ് വേ കഴിഞ്ഞപ്പോൾ നമുക്ക് 1-2 അറേയ്സ് ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ദ പോയിൻ്റർ വേരിയബിൾ നമുക്ക് എന്താ പറയുക, യൂസിങ് പോയിൻ്റർ വേരിയബിൾസ് വി ഹാവ് ഓൾറെഡി അലോക്കേറ്റഡ് ദ മെമ്മറി ഫോർ mloc ആൻഡ് calloc. ഫങ്ഷൻസ് വെച്ച് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസിനെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ എന്ന് പറഞ്ഞ ഫങ്ഷൻ യൂസ് ചെയ്ത് റിലീസ് ചെയ്യാം. വൺസ് എ ഫ്രീ ഫങ്ഷൻ ഈസ് യൂസ്ഡ്, ക്യാപിറ്റൽ ലെറ്റർ ഓട്ടോ കറക്റ്റിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ, സോറി, it should be written in small letters. Free function. So free function is used to release the unwanted memory. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന മെമ്മറി ഫ്രീ സ്റ്റോറേജ് പൂളിലേക്ക് അപ്ഡേറ്റഡ് ആവും. അത് പിന്നീട് നമ്മൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണും. ഇപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫ്രീ ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു റിലീസ് ദ മെമ്മറി വിച്ച് ഈസ് വൺസ് യൂസ്ഡ് ആൻഡ് വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ആവശ്യമില്ലാത്ത മെമ്മറീനെ റിലീസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് dynamic memory allocation functions. There are 4 functions: mloc, calloc, realloc and free function. Mloc function is used to allocate a single block of memory, whereas and the syntax is pointer variable equal to cast type mloc number of bytes, whereas calloc function is used to allocate number of blocks of memory and the syntax is pointer variable equal to cast type calloc. Calloc means number of blocks can be allocated, number of blocks comma size of each block. And what about realloc function? Once the memory is allocated using the mloc and calloc, and if the user feels that the allocated memory is inadequate or it is more than required, the allocation can be changed using reallocation function.
Okay, the syntax is pointer variable equal to realloc pointer variable comma new size. And finally, the free function is used to release the unwanted space. And that is all about memory allocation method, static and dynamic memory allocation. Hope you understood the video. Please like, share and subscribe the video. Once again, thank you.